കൊല്ലം കിഴക്കേക്കല്ലടയിൽ ഇടതുമുന്നണി പ്രവർത്തകർക്കു നേരെ യൂത്ത് കോൺഗ്രസ് KSU ആക്രമണം. ഡിവൈഎഫ്ഐ കുണ്ടറ ബ്ലോക്ക് ട്രഷറർ റിജോ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കുണ്ടറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിനിടയാക്കിയ സാഹചര്യം? മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ചോദ്യം, അതായത് ഈ കിഴക്കേക്കല്ലട ചോദ്യത്തിൽ നിന്ന് ആരംഭിച്ച മേഖലാ റാലി മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് അനുമതിയില്ലാതെ DJ വാഹനവും ബൈക്കുകളുമായി ഒരു റോഡ് ഷോ ഈ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ റോഡ് ഷോ എത്തിയത്. DJ വാഹനം പ്രകടനത്തിന് മുന്നിൽ കടന്നു കയറുകയും പ്രകടനത്തിന് മുന്നോട്ട് പോകാൻ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നാലെ വന്ന ബൈക്ക് റാലിയിലുള്ളവർ പ്രകടനത്തിൽ പങ്കെടുത്ത സ്ത്രീകളെയും വഴിയാത്രക്കാരെയും ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി. സാരമായി പരിക്കേറ്റ 9ഓളം പേരെ കുണ്ടറ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റിജോ, ജയകുമാർ, നന്ദന, R രാജേന്ദ്രൻ, അഭിരാമി, ശ്രീകല, വേദിക, അനിൽകുമാർ, അനീഷ്, K അയ്യപ്പൻ, ഹരിരാജ്, മധുസൂദനൻ തുടങ്ങിയവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ സ്ത്രീകൾ അടക്കമുള്ളവരുണ്ട്. ഇതിനെതിരെ LDFന്റെ പ്രതിഷേധം നാളെയും ഉണ്ടാകുമെന്ന് LDF കമ്മിറ്റി അറിയിച്ചു. പോലീസ് ആശുപത്രിയിൽ കഴിയുന്നവരെ നേരിൽ കണ്ട് മൊഴി രേഖപ്പെടുത്തി. ശരി. കൊല്ലം കിഴക്കേക്കല്ലടയിൽ ഇടതുമുന്നണി പ്രവർത്തകർക്കു നേരെ യൂത്ത് കോൺഗ്രസ് KSU ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ കുണ്ടറ ബ്ലോക്ക് ട്രഷറർ റിജോ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ നിലവിൽ കുണ്ടറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. വിശദാംശങ്ങളാണ് രാജ്കുമാർ നൽകിയത്.